എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. മെയ് 2-ന് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ടെല്ലാം തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. മാത്സ് ആരും കാണാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. മാത്സ് 2 വീഡിയോ കണ്ടിട്ടും തന്നിട്ട് അധികം ആൾക്കാർ കാണുന്നുണ്ടായില്ല, അതുകൊണ്ടാണ് അത് ഡ്രോപ്പ് ചെയ്തത്. ഇപ്പോൾ നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സമയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ഇത് നമ്മൾ 2021 മുതൽ 2025 വരെ നടന്ന 13 ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഹോട്ട് ടോപ്പിക്സ് ഓരോ മൊഡ്യൂൾ, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോ മൊഡ്യൂൾ നിങ്ങൾക്ക് തരുവാണ്. ഇത് കാണാതെ ആരും പോകരുത്, ഇത് പഠിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. ആ മേഖല നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബുക്കുകളുണ്ടെങ്കിൽ, PCRT അല്ലെങ്കിൽ റാങ്ക് ഫയലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് നോക്കി പോവാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹിസ്റ്ററി എല്ലാ ഹിസ്റ്ററിയും കൂടി ഒരുമിച്ചാണ്, ഇന്ത്യ, കേരള, അതോടൊപ്പം തന്നെ വേൾഡ്, 3ഉം കൂടി ഒരുമിച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ ഹെഡിങ് വരുന്നത് ട്രാവൻകൂർ റൂളേഴ്സ് ആൻഡ് റിഫോംസ് ആണ്. എപ്പോഴും ചോദിക്കുന്നൊരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയൊക്കെ കാണാറുണ്ട്. അപ്പം അതിൽ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ആയില്യം തിരുനാൾ, ശ്രീചിത്തിര തിരുനാൾ, അങ്ങനെയുള്ള എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലേ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം? തൃപ്പടിദാനം ഓർത്തു വയ്ക്കുക കേട്ടോ. 1750 രാജ്യം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച് പത്മനാഭദാസനായി ഭരണം നടത്തി. അതിനെയാണ് നമ്മൾ തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തുണ്ടായി? പിന്നെ സൈനിക പരിഷ്കാരം നടത്തുന്നുണ്ടായി അല്ലേ. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. പിന്നെന്താണ്? ഭരണ നിർവഹണം, അതായത് 8 വീട്ടിൽ പിള്ളമാരെയും യോഗക്കാരെയും അടിച്ചമർത്തി രാജാധികാരം ഉറപ്പിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ മാർത്താണ്ഡവർമ്മയെ പറ്റി എന്ത് പറയാം? നമ്മുടെ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തെയാണ് അലങ്കരിച്ചിരുന്നത്. പിന്നെ മല്ലൻ ശങ്കരൻ്റെ നേതൃത്വത്തിലാണ് ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിരുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പിള്ളമാരും യോഗക്കാരും അല്ലേ. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നതിന് മുന്നേ തിരുവിതാംകൂറിൽ 8 വീട്ടിൽ പിള്ളമാരും മാടമ്പിമാരും ശക്തരായിരുന്നു. അവർക്ക് 8 യോഗത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇവരുടെ അധികാരം അവസാനിപ്പിച്ചത് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ശക്തമായ രാജഭരണമാണ് കേട്ടോ, അത് ഓർത്തു വയ്ക്കുക. പിന്നെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യരും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാരും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഈ മണ്ഡപത്തും വാതുക്കൽ അത് ഓർത്തു വയ്ക്കണേ. ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ പല മണ്ഡപത്തും വാതുക്കളായി തിരിച്ചിരുന്നു. അതിൻ്റെ ചുമതലക്കാരായ കാര്യക്കാരാണ് ഇന്നത്തെ തഹസിൽദാർക്ക് തുല്യമായ പദവി വഹിച്ചിരുന്ന ആൾ കേട്ടോ, അതും ഓർത്തു വയ്ക്കുക. പിന്നെ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് കുളച്ചിൽ യുദ്ധം ഓർത്തു വയ്ക്കണം അല്ലേ. എന്താണ് കുളച്ചിൽ യുദ്ധം? 1741 നടന്ന കുളച്ചിൽ യുദ്ധത്തിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയാണ് പരാജയപ്പെടുത്തിയത്. വർഷം 1741 കേട്ടോ, ഡച്ചിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജാവായിട്ട് ആര് മാറി? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാറുകയും ചെയ്തു. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ നമ്മൾ ദ മേക്കർ എന്നോർത്ത് വയ്ക്കുക, ഒരു ഷോർട്ട് കട്ടായിട്ട്. അപ്പോൾ അതിൽ തൃപ്പടിദാനം, പിന്നെന്താണ്? മറവ് പടയെ ഒതുക്കി കളഞ്ഞു, പിന്നെ കുളച്ചിൽ യുദ്ധം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ അടുത്തതാരാണ്? മാർത്താണ്ഡവർമ്മ കഴിഞ്ഞിട്ട് 1729 മുതൽ 58 വരെ മാർത്താണ്ഡവർമ്മ. അത് കഴിഞ്ഞ് വന്നത് ധർമ്മരാജ അല്ലേ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്താ ചെയ്തത്? തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് എവിടേക്ക് മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്, കാർത്തിക തിരുനാൾ രാമവർമ്മ. പിന്നെ വേലുത്തമ്പി ദളവയുടെ ഉദയം അല്ലെ, ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് വേലുത്തമ്പി ദളവ ഭരണരംഗത്തേക്കൊക്കെ വരുന്നതും. തിരുവിതാംകൂറിനെ മൈസൂർ ആക്രമണത്തിൽ, അതായത് ടിപ്പു സുൽത്താനിൽ നിന്ന് രക്ഷിച്ചതൊക്കെ ആരാണ്? നമ്മുടെ ധർമ്മരാജയാണ് കേട്ടോ, ധർമ്മരാജ, അതും ഓർത്തിരിക്കാം. ധർമ്മരാജയുടെ പത്മനാഭപുരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കറക്റ്റായിട്ടും ഓർത്തിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക എന്താണ്? തിരുവിതാംകൂറിൽ ഭാഗികമായി അടിമത്തം നിരോധിക്കുകയുണ്ടായി. പിന്നെ സെക്രട്ടേറിയറ്റ് സംവിധാനത്തിൻ്റെ ആദ്യ രൂപമായ ഹസൂർ കച്ചേരി അല്ലേ, ഹസൂർ കച്ചേരി സ്ഥാപിച്ചതാരാണ്? ഗൗരി ലക്ഷ്മിബായി ആണ്. ഗൗരി ലക്ഷ്മിബായി അതെപ്പോഴും മാറിപ്പോരുത്, പാർവതിബായി ആയിട്ട് മാറിപ്പോയത്. അടിമത്തം എന്ന് വരുമ്പോൾ അത് ഗൗരവമുള്ള കാര്യമില്ല. അപ്പോൾ ആരാണ്? ഗൗരി ലക്ഷ്മിബായി ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. പിന്നെ ഗൗരി ലക്ഷ്മിബായി കഴിഞ്ഞിട്ട് ആരാണ് വന്നത്? നമ്മുടെ പാർവതിബായി, റാണി ഗൗരി പാർവതിബായി.
അത് വിദ്യാഭ്യാസ വിളംബരമാണ്. 1817 എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായി നൽകാൻ ഉത്തരവിട്ടത് ആരാന്ന് ചോദിച്ചാൽ പാർവതിബായി ആണ് കേട്ടോ. അതിന് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നും വിളിക്കുന്നുണ്ട്. അതാരാണ്? ഗൗരി പാർവതിബായി. വിദ്യാഭ്യാസം ഗൗരി പാർവതിബായി 1817 കേട്ടോ. ഓക്കെ, പാർവതിബായി എഡ്യൂക്കേഷനായിട്ട് ഓർത്തിരിക്കണം. പിന്നെ നമ്മുടെ സ്വാതി തിരുനാൾ, കലാകാരനായ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ് അല്ലേ, സ്വാതി തിരുനാളാണ്. പിന്നെ ആധുനിക വിദ്യാഭ്യാസം, തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്കൂൾ അല്ലേ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിക്കുകയുണ്ടായി. തിരുവനന്തപുരം ഒബ്സർവേറ്ററി അല്ലെങ്കിൽ നിരീക്ഷണാലയം സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ കോടതികൾ പരിഷ്കരിക്കുകയും ആദ്യമായിട്ട് സെൻസസ് നടത്തി അല്ലേ, കനേഷുമാരി നടത്തുകയും ചെയ്തത് ആരാണ്? സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിൽ ആർട്ടിസ്റ്റാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ എന്തൊക്കെ ഓർത്തു വയ്ക്കണം? ഇംഗ്ലീഷ് സ്കൂള്, പിന്നെ ഒബ്സർവേറ്ററി, സെൻസസ്, അത് മൂന്നും ഓർത്തു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആയില്യം തിരുനാൾ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു അല്ലേ, പൊതുമരാമത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. എന്തൊക്കെയാണ്? പുനലൂർ തൂക്കുപാലം നിർമ്മിക്കുകയുണ്ടായി. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ പണ്ടാരപ്പാട്ട വിളംബരം വഴി കർഷകർക്ക് ഭൂമിയിൽ അവകാശം നൽകി, ഭൂപരിഷ്കരണം, അതും ആയില്യം തിരുനാളാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865 കേട്ടോ. 1865 പൊതുമരാമത്തും ഭൂപരിഷ്കരണം, ആ രണ്ട് രീതിയിൽ ആയില്യം തിരുനാളിനെ ഓർത്തു വയ്ക്കണം. ബ്രിഡ്ജും ലാൻഡും അല്ലേ, പുനലൂർ തൂക്കുപാലവും പിന്നെ പണ്ടാരപ്പാട്ട വിളംബരം, അത് കർഷകർക്ക് ഭൂമി എന്നുള്ളത് ഓർത്തിരിക്കുക. പണ്ടാരപ്പാട്ടം വിളംബരം. ഇനി ശ്രീമൂലം തിരുനാളിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുള്ള ഒരു സഭ രൂപീകരിച്ചു. പിന്നെ ആയുർവേദ കോളേജും സംസ്കൃത കോളേജ് എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം കേട്ടോ. എന്തൊക്കെയാണ്? ഒരു പോപ്പുലർ അസംബ്ലിയും അതോടൊപ്പം തന്നെ ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്. ഇനി റാണി സേതു ലക്ഷ്മിബായി റീജൻ്റ് ആയിരുന്നല്ലേ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് ആരായിരുന്നെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിബായാണ്, റീജൻ്റ് ആയിരുന്നു. പിന്നെ മരുമക്കത്തായം നിർത്തലാക്കി മക്കത്തായം നടപ്പിലാക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ്. ആ സമയത്ത് എന്തൊക്കെ നടന്നു? ക്ഷേത്രപ്രവേശന വിളംബരം 1936 അല്ലേ, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം. പിന്നെ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് 1937, അതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നെ KSRTCയുടെ മുൻ രൂപമായ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയൊക്കെ നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ഇപ്പോൾ ടെമ്പിൾ ആൻഡ് പ്രൊക്ലമേഷൻ, പിന്നെ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള സർവകലാശാല. പിന്നെ വെഹിക്കിളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ട്രാവൻകൂർ റൂളേഴ്സ് ആൻഡ് റിഫോംസ്, അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്ന ഇതാണ് വേൾഡ് റവല്യൂഷനാണ് അല്ലേ. വേൾഡ് റവല്യൂഷനിൽ എപ്പോഴും എടുത്തെടുത്ത് ചോദിക്കുന്നതാണ് ഫ്രഞ്ച്, അമേരിക്കൻ, റഷ്യൻ. അത് നമുക്കൊന്ന് നോക്കാം. വിപ്ലവങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ട പദങ്ങൾ അല്ലെങ്കിൽ അതായത് ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ പല പല രീതിയിലല്ലേ, മാച്ച് ദ ഫോളോയിങ് അങ്ങനെയുള്ള രീതിയിൽ പലതായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ, ഇപ്പോൾ ഷുഗർ ആക്ട് അല്ലേ, അത് ഏതിൻ്റെ കാരണങ്ങളിലൊന്നാണ്, ഏത് വിപ്ലവത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ് എന്ന രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. നോക്കാം. പിന്നെ എന്താണ് ബുക്സ് അല്ലേ, ഓരോ ബുക്സ് ഏത് വിപ്ലവമായി റിലേറ്റ് ചെയ്തതാണ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമുക്ക് നോക്കാം. എല്ലാത്തിൻ്റെയും വർഷവും കറക്റ്റായിട്ട് നോക്കണം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. ഓക്കെ, അമേരിക്കൻ റവല്യൂഷൻ 1776 എന്താണ് അത്? അവിടുത്തെ നേതാവ് ജോർജ് വാഷിങ്ടൺ അല്ലെ, ആദ്യത്തെ പ്രസിഡന്റ്. മുദ്രാവാക്യം എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം. അതിൽ വരുന്ന പ്രധാന പദങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുന്നതാണ്. ഏതൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി, അത് 1773 കേട്ടോ. തേയില നികുതിക്കെതിരെ നടന്ന പ്രതിഷേധമാണ് ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്.
1773. പിന്നെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ സമ്മേളനങ്ങളെ പറയുന്നതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അതിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. പിന്നെ തോമസ് പെയിൻ്റെ കോമൺ സെൻസ് എന്ന ലഘുരേഖ ഓർത്തു വയ്ക്കുക. ഏതായി റിലേറ്റ് ചെയ്താണ്? അമേരിക്കൻ റവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ് തോമസ് പെയിൻ്റെ കോമൺ സെൻസ്. ദെൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അത് തോമസ് ജെഫേഴ്സൺ ആണ് തയ്യാറാക്കിയത്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആണ്. ഓക്കെ, അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, കോമൺ സെൻസ് ആരുടേതാണ്? തോമസ് പെയിൻ്റേതാണ് കേട്ടോ, തോമസ് പെയിനാണ്. 1776 പിന്നെ ഇതായിട്ട് പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റാമ്പ് ആക്ട് ആൻഡ് ഷുഗർ ആക്ട്. അതായത് വിപ്ലവത്തിന് ഈ അമേരിക്ക റവല്യൂഷന് കാരണമായിട്ടുള്ള ബ്രിട്ടീഷ് നിയമങ്ങൾ അതേതൊക്കെയാണ്? സ്റ്റാമ്പ് ആക്റ്റും ഷുഗർ ആക്റ്റുമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി വിപ്ലവകാരികളുടെ രഹസ്യ സംഘടനയായിരുന്നു സൺസ് ഓഫ് ലിബർട്ടി. ഇതെല്ലാം അമേരിക്കയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏതാണ്? സൺസ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന വിപ്ലവകാരികളുടെ രഹസ്യ സംഘടന. ദെൻ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലേ തേയിലപ്പെട്ടികൾ എറിഞ്ഞ ആ ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ട്രീറ്റി ഓഫ് പാരീസ്. അത് 1783 അമേരിക്ക സ്വാതന്ത്ര്യം അംഗീകരിച്ച കരാറാണിത്, ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ട്രീറ്റി ഓഫ് പാരീസ് കേട്ടോ, അമേരിക്ക സ്വാതന്ത്ര്യം അംഗീകരിച്ച കരാറാണ് ട്രീറ്റി ഓഫ് പാരീസ്. ഇനി അമേരിക്കയുടെ ഏതായിരുന്നു? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു കേട്ടോ പ്രധാന രേഖ എന്ന് പറയുന്നത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അതാണ് സ്ലോഗൻ. അല്ലെങ്കിൽ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് സ്ലോഗൻ. ഓക്കെ, അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാന ഘട്ടങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ഏത് പഠിക്കാം? 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അതിൽ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വരുന്നത് 1774 അല്ലേ. അവിടെ എന്തായിരുന്നു പ്രാധാന്യം? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 74. 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 75. അവിടെ സൈന്യം രൂപീകരിക്കുകയുണ്ടായി. പിന്നെ വാഷിങ്ടൺ നേതാവാവുകയൊക്കെ ചെയ്യുകയുണ്ടായി. പിന്നെ ഓക്കെ, അപ്പോൾ 74 75 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു? 76 അല്ലേ. 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്ക സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നെ പാരീസ് ഉടമ്പടി വരുന്നത് 1783 അതെന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റാമ്പ് ആക്ട് ഏതായി റിലേറ്റ് ചെയ്തതാണ്? അമേരിക്ക റവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. പിന്നെന്താണ്? നമ്മുടെ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൺ ചർച്ചിലുമാണ്. അത് 2ാം ലോക മഹായുദ്ധ സമയത്ത് 1941 കേട്ടോ. അത് ജസ്റ്റ് ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. അതും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത്രയും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവം. 1789 ആരൊക്കെയാണ് നേതാക്കൾ? റോബസ്പിയർ, മിറാബോ, ഒളിവ് ഡി ഘോഷൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നേതാക്കൾ. പ്രധാന മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെങ്കിൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാന പദങ്ങൾ ഏതൊക്കെയാണ്? ബാസ്റ്റിൽ കോട്ട അല്ലേ, വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് അല്ലേ, അവിടെ വെച്ചാണ് വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ബാസ്റ്റിൽ കോട്ട. പിന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, 3ാം എസ്റ്റേറ്റ് പ്രതിനിധികൾ എടുത്ത തീരുമാനം അല്ലേ, അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്, ടെന്നീസ് കോർട്ട് ഓത്ത്. പിന്നെ ഗില്ലറ്റിൻ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിലാണല്ലേ വധശിക്ഷ നടപ്പിലാക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗില്ലറ്റിൻ. പിന്നെ ഫ്രാൻസിലെ പഴയ നിർമ്മാണ സഭയാണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്ത പദങ്ങളാണ്, അതൊന്ന് ഓർത്തു വയ്ക്കുക. ഫ്രഞ്ച് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്ത പദങ്ങൾ. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ 1789. ഇനി പ്രധാന കൃതികളിൽ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പറഞ്ഞല്ലേ കോമൺ സെൻസ്, തോമസ് പെയിൻ്റെ കോമൺ സെൻസ്. ഫ്രഞ്ച് വിപ്ലവം നമുക്ക് ഇത് പറയാം സോഷ്യൽ കോൺട്രാക്റ്റ്, അത് റൂസോയുടെയാണ്. പിന്നെ അത് മാത്രമല്ല സ്പിരിറ്റ് ഓഫ് ലോ, ആരുടെയാണത്? മൊണ്ടസ്ക്യൂയുടെ സ്പിരിറ്റ് ഓഫ് ലോയൊക്കെ ഇതിൽ വരുന്നതാണ്, നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് നമ്മുടെ നികുതികൾ. ഫ്രാൻസിലെ നികുതികൾ ഏതൊക്കെയായിരുന്നു? ഭൂനികുതിനെ നമ്മൾ തൈലേ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ, തൈലേ. പിന്നെ
മതനികുതി അതെന്തായിരുന്നു? തിദേ. റിലീജിയസ് ടാക്സ് ആയിരുന്നു തിദേ. പിന്നെ ഉപ്പ് നികുതി ഗബല്ലേ. അത് മൂന്നും ഓർത്തിരിക്കുക. അതൊക്കെ ഫ്രാൻസിലെ നികുതികളായിരുന്നു. തൈലെ, തിദേ, ഗബല്ലേ. ഭൂനികുതി, മതനികുതി, ഉപ്പ് നികുതി. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിലുള്ളത് 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മറാത്ത് പിന്നെ റോബസ്പിയർ എന്നിവർ ജാക്കോബിയനിലുണ്ടായിരുന്നത്. ജാക്കോബിയനും ഗിറോൻഡിയൻസും, അത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ റോബസ്പിയറുടെ കാലത്തെ ഭീകരവാഴ്ചയാണ് റെയിൻ ഓഫ് ടെറർ. ഇതൊക്കെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്ത പദങ്ങളാണ്. ദെൻ 3-ാം എസ്റ്റേറ്റ് നാഷണൽ അസംബ്ലി രൂപീകരിക്കുകയുണ്ടായി. ഇനി റോബസ്പിയറുടെ പതനത്തിന് കാരണമായ സംഭവമാണ് തെർമിഡോറിയൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് തെർമിഡോറിയൻ റിയാക്ഷൻ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം, പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. പദങ്ങളെല്ലാം ഓർത്തിരുന്നാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ തൈലെ, തിദേ അതൊന്നും മാറിപ്പോരുത്. തൈലെ എന്ന് പറയുന്നത് ഭൂനികുതി, തിദേ എന്ന് പറയുന്നത് മതനികുതിയാണ് കേട്ടോ, മതനികുതി. പിന്നെ ഫ്രഞ്ച് വിപ്ലവകാലത്തെ രാജാവാരായിരുന്നു? ലൂയി 16 അമേരിക്കൻ വിപ്ലവകാലത്ത് ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് 3 കേട്ടോ, ജോർജ് 3. പിന്നെ നമ്മൾ ആദ്യം പഠിച്ചു സൺസ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് അമേരിക്കയിലെ സംഘടന, ഫ്രഞ്ചിലാണെങ്കിൽ ജാക്കോബിയൻസ് ആയിരുന്നു കേട്ടോ. ആരാണ്? ജാക്കോബിയൻസ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഏത് നോക്കാം? റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം വർഷം 1917. റഷ്യൻ വിപ്ലവം വരുന്നത് 1917. നേതാവ് ലെനിനാണ് അല്ലേ? വ്ളാഡിമിർ ലെനിനാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നത്. പ്രധാന മുദ്രാവാക്യമായിരുന്നത് സമാധാനം, ഭൂമി, ഭക്ഷണം. പീസ്, ലാൻഡ്, ബ്രെഡ്. സമാധാനം, ഭൂമി, ഭക്ഷണം. ഇവിടെയുള്ള പ്രധാന പദങ്ങൾ ഏതൊക്കെയായിരുന്നു? ബോൾഷെവിക്കും മെൻഷെവിക്കും അല്ലേ? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 2 വിഭാഗങ്ങളായിരുന്നു ബോൾഷെവിക്കും മെൻഷെവിക്കും. പിന്നെ നമ്മുടെ ലെനിൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ ഏപ്രിൽ തീസിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലിയോൺ ടോൾസ്കിയുടെ അദ്ദേഹം രൂപീകരിച്ച സൈന്യമായിരുന്നു ചുവപ്പ് സേന അല്ലെങ്കിൽ റെഡ് ആർമി. ചുവപ്പ് സേന അല്ലെങ്കിൽ റെഡ് ആർമി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബ്ലഡി സൺഡേ അത് ഏത് റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലഡി സൺഡേ. അത് 1905 കേട്ടോ, 1905. അത് വിപ്ലവത്തിന് മുന്നോടിയായി നടന്ന കൂട്ടക്കൊലയാണ് ഇത് ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നത്. ബ്ലഡി സൺഡേ. റഷ്യൻ വിപ്ലവം 1917. റഷ്യയുടെ പാർലമെൻറ്റ് ഡുമ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അത് ഓർത്തു വയ്ക്കണം. പിന്നെ ഒക്ടോബർ റെവല്യൂഷൻ എന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ അധികാരം പിടിച്ചെടുത്ത വിപ്ലവത്തെയാണ് ഒക്ടോബർ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈ വിപ്ലവത്തിന് ശേഷം പിന്നെ ലെനിൻ നടപ്പാക്കിയ സാമ്പത്തിക നയമാണ് ന്യൂ ഇക്കണോമിക് പോളിസി എന്നും അറിയപ്പെടുന്നത്. അതും ഓർത്തിരിക്കുക, ന്യൂ ഇക്കണോമിക് പോളിസി. റഷ്യൻ വിപ്ലവത്തിൻ്റെ സമാധാനം, ഭൂമി, ഭക്ഷണം എന്നതായിരുന്നു മുദ്രാവാക്യം. അമേരിക്കയുടെ നമ്മൾ പഠിച്ചല്ലേ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഫ്രഞ്ച് ആണെങ്കിൽ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. പിന്നെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ലെനിൻ്റെയാണ് ഏപ്രിൽ തീസിസ്. പിന്നെ മാക്സിം ഗോർക്കിയുടെ അമ്മ അല്ലേ, മദർ എന്ന് പറയുന്നതും റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അതും കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. റഷ്യൻ വിപ്ലവകാലത്തെ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമനാണ് കേട്ടോ. ആരാണ്? നിക്കോളാസ് രണ്ടാമനാണ്. ഓക്കെ, ഇനി നമുക്ക് 1900 ഇത് നമ്മുടെ 1-ാം ലോക മഹായുദ്ധമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ്? 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം 1918 മാർച്ചിൽ റഷ്യയും കേന്ദ്രശക്തികൾ, അതായത് ജർമ്മനി ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്രെസ്റ്റ് ലിറ്റോവ്സ്കി ഉടമ്പടി അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് ബ്രെസ്റ്റ് ലിറ്റോവ്സ്ക് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. അതിലൂടെയാണ് റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയത് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ചിലപ്പോൾ പല ട്രീറ്റികളും വരാറുണ്ട് അല്ലേ? ട്രീറ്റി ഓഫ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് അതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്തു വയ്ക്കണം. പിന്നെന്താണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ളത്?
ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, 1905 അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതും ഓർത്തിരിക്കണം. ലെനിൻ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെയാണ് നമ്മുടെ ഡിക്രി ഓൺ പീസ്, അതായത് സമാധാന വിളംബരം, അതുവഴിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ആര് പിന്മാറിയത്? റഷ്യ പിന്മാറിയത് കേട്ടോ. റഷ്യ പിന്മാറിയത് അങ്ങനെയാണ്. പിന്നെ ആദ്യം പറഞ്ഞ പോലത്തെ ആ ഉടമ്പടി അത് റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി എന്നുള്ളതും ഓർത്തു വയ്ക്കാം. അപ്പോൾ അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ വിപ്ലവം കഴിഞ്ഞു. ഇനി ഏതാണ്? ചൈനീസ് അല്ലേ. ചൈനീസ് വിപ്ലവം ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഈ 3 തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് വന്നിരിക്കുന്നത് ഫ്രഞ്ച്, അമേരിക്കൻ, റഷ്യൻ തന്നെയാണ്. ചൈനീസ് വിപ്ലവത്തിന് നേതാക്കൾ വരുന്നത് സൺ യാറ്റ് സെൻ, പിന്നെ മാവോ സേതുങ് ആണ്. 1917 1949 2 ഡേറ്റുകളാണ് വരുന്നത്. അതിൽ പ്രധാന പദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലോങ് മാർച്ച്, മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഐതിഹാസിക യാത്രയാണ് ലോങ് മാർച്ച്. അത് 1934 ഉണ്ടായിരുന്നത്. പിന്നെ സൺ യാറ്റ് സെൻ സ്ഥാപിച്ച പാർട്ടിയാണ് കുമിതാങ് KMT, അതും ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മുടെ ചൈനീസ് വിപ്ലവം 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം. അതായത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. എന്താണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം? 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ. അത് ചൈനീസ് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി ചൈനയിൽ ലോങ് മാർച്ച് അല്ലേ, ആരാണ്? മാവോ സേതുങ് ആണ്. 1934-35 കാലഘട്ടത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈന്യം നടത്തിയ ചരിത്രപരമായ പിൻവാങ്ങലെയാണ് നമ്മൾ ലോങ് മാർച്ച് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തു വയ്ക്കുക. കുമിതാങ് സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയ ഈ യാത്ര മാവോ സേതുങ് പാർട്ടിയെ അനിദേശീയ നേതാവായി ഉയർത്തുകയും ചെയ്തു. ഇതിൽ ബുക്സൊക്കെ ചോദിക്കുന്നതും എപ്പോഴും ഈ 3 അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ റവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബുക്കുകളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ വരുമ്പോൾ ദ ലിബറേറ്റർ എന്നറിയപ്പെടുന്ന ആരാണ്? ബൊളിവറെ ഓർത്തു വയ്ക്കുക. വെനസ്വല, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളെ മോചിപ്പിക്കേണ്ടായല്ലേ, അതൊന്നും ഓർത്തു വയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ കേരളയാണ്. അതിൽ ശ്രീനാരായണ ഗുരു SNDP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ, പിന്നെ അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, പിന്നെ വൈക്കം സത്യാഗ്രഹമായിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു അല്ലേ. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ പോലെ പറഞ്ഞു പോകാം. ശ്രീനാരായണ ഗുരു 1856 മുതൽ 1928 കാലഘട്ടം വരെ അല്ലേ. കേരളത്തിൽ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകമാണ്, 10 ശ്ലോകങ്ങളിലുള്ള പ്രാർത്ഥനാഗീതമാണ്. പിന്നെ ആത്മോപദേശ ശതകം, ദർശനമാല, ജാതി മീമാംസ, അതിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നത്. പിന്നെ സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമികൾ 1853 1924 ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികനായിരുന്നല്ലേ, പിന്നെ ആത്മീയ സുഹൃത്തുമായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താപദ്ധതി അല്ലേ. അദ്വൈത തത്വശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് അതിൽ പറയുന്നത്, അദ്വൈത ചിന്താപദ്ധതി എന്ന് പറയുന്നത്. പിന്നെ പ്രാചീന മലയാളം ഉണ്ട്. ദെൻ വേദാധികാര നിരൂപണം, അത് വേദം പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും അധികാരമുണ്ട് എന്ന് വാദിച്ചിരിക്കുന്ന ഒരു ബുക്കാണ് ഇത്, വേദാധികാര നിരൂപണം. പിന്നെ ക്രിസ്തുമത നിരൂപണം എന്നിവയുള്ള. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ, കവിതിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ആചാരഭൂഷണം, ജാതിക്കുമ്മി, അതൊക്കെ ആരുടേതാണ്? പിന്നെ ബാലാകലേശം, നാടകമാണ് ബാലാകലേശം, അതൊക്കെ ആരുടേതാണ്? KP കറുപ്പൻ്റേതാണ്. നമ്മുടെ കൊച്ചിയിൽ അരയ സമാജം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ആര്? KP കറുപ്പൻ.
ദെൻ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സ്ത്രീ വിദ്യാപോഷിണി, അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു കൃതിയാണ് സ്ത്രീ വിദ്യാപോഷിണി. പിന്നെ ആനന്ദ സോപാനം, മോക്ഷപ്രദീപം, അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ആത്മമഹാസഭ. അത് 1918 എപ്പോഴും ചോദിക്കാറുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആണ് ആനന്ദ മഹാസഭ. പിന്നെ ആനന്ദ ദർശൻ, അതും ആരുടേതാണ്? ശിവയോഗിയുടേതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ 1888. പിന്നെ സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കവിതിലകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? KP കറുപ്പനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇനി ഈ വൈക്കം സത്യാഗ്രഹം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? റാണി സേതു ലക്ഷ്മി ബായ് അല്ലെ റീജൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലത്താണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ 1924 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വർഷം 24 മാർച്ച് 30 മുതൽ 25 നവംബർ 23. പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനൻ. ലക്ഷ്യം വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. 1925 ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിരുന്നത്. അങ്ങനെ 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വഴി തെളിക്കുകയും ഉണ്ടായി. ഇത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. വൈക്കം വീരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? EV രാമസ്വാമി നായ്ക്കരെയാണ് അല്ലേ? എന്തുകൊണ്ടാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്ത അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അദ്ദേഹം. ഓക്കെ. പിന്നെ 1924 എന്നുള്ളതും ഓർത്ത് വയ്ക്കുക കേട്ടോ. 24 ഡേറ്റ് വരുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. അവരൊക്കെ സത്യാഗ്രഹ സമിതിയിലും പ്രചാരണത്തിലും സജീവമായിരുന്നു. ഓക്കെ. ഇനി നമുക്ക് എന്തു പോവാം? മുഗൾ അഡ്മിനിസ്ട്രേഷനായിട്ട് റിലേറ്റ് ചെയ്തപ്പോഴും അക്ബർ കുറേ തവണ കണ്ടിട്ടുണ്ടല്ലേ? അക്ബറിൻ്റെ കുറേ ഉണ്ട്. അപ്പോൾ അക്ബറെ നമുക്ക് നോക്കിയിട്ട് വരാം. അക്ബറെ പറ്റിയിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ, ഭൂമിയുടെ തരംതിരിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വാക്കുകൾ, പിന്നെ ഉടമസ്ഥാവകാശം, ജഗീർ, ഇനാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭരണ പരിഷ്കാരങ്ങൾ, അങ്ങനെയൊക്കെ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓർത്ത് വേഗം ഒന്ന് പഠിച്ചു പോവാം. അക്ബറുടെ കാലത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ ഇടവേളകൾ അനുസരിച്ചിട്ടായിരുന്നു ഭൂമിയെ 4 തരംതിരിച്ചിരുന്നത്. ഓക്കെ. ആദ്യം പോളജ്, അതായത് എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ഏറ്റവും മികച്ച ഭൂമിയാണ് പോളജ് എന്നറിയപ്പെട്ടിരുന്നത്. പിന്നെ ആനുവലി കൾട്ടിവേറ്റഡ്. പിന്നെയുള്ളത് പരതി എന്ന് പറയുന്നത് മണ്ണ് ഫലഭൂയിഷ്ഠമാകാൻ വേണ്ടി 1-2 വർഷം കൃഷി ചെയ്യാതെ വിട്ടിരുന്ന ഭൂമിയായിരുന്നു അത്. ഓക്കെ. പിന്നെയുള്ളത് ഏതായിരുന്നു? 3-4 വർഷം കൃഷി ചെയ്യാതെ വിട്ടിടുന്ന ഭൂമിയാണ് ചാച്ചർ എന്നറിയപ്പെട്ടിരുന്നത്. 5 അതിലധികമോ വർഷം കൃഷി ചെയ്യാത്ത തരിശ് ഭൂമിയാണ് ബഞ്ചർ. ഇങ്ങനെ 4 അക്ബറുടെ കാലത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ ഇടവേളകൾ അനുസരിച്ച് ഭൂമിയെ തരംതിരിച്ചിരുന്നത്. ഓക്കെ. അതാണ് ലാൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അനുവദിക്കലിൽ വരുന്നതാണ് ഇതൊക്കെ. നമ്മുടെ ജഗീർ എന്ന് പറയുന്നത് ആരാണ്? ജാഗീർ. സേവനങ്ങൾക്ക് പകരമായി ഉദ്യോഗസ്ഥർക്കോ സൈന്യാധിപർക്കോ നൽകുന്ന ഭൂമിയാണ്. ഇതിൽ നിന്നുള്ള വരുമാനം ആർക്കെടുക്കാൻ പറ്റുക? അവർക്ക് തന്നെ എടുക്കാൻ പറ്റും. അതാണ് ജാഗീർ എന്ന് പറയുന്നത്. പിന്നെ ഇനാം എന്ന് പറയുന്നത് പണ്ഡിതന്മാർക്കും മതസ്ഥാപനങ്ങൾക്കും ദാനമായി നൽകുന്ന നികുതിയില്ലാത്ത ഭൂമിയാണ് ഇനാം. പിന്നെ രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഭൂമി, അതാണ് ഖലീസ. അതിൽ നിന്നുള്ള വരുമാനം രാജകൊട്ടാരത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരിച്ചിരുന്നത്. പിന്നെ അക്ബറുടെ പ്രധാന പരിഷ്കാരങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? മൻസബ്ദാരി പരിഷ്കാരം. എന്താണത്? സൈനികരെയും ഉദ്യോഗസ്ഥരെയും റാങ്കുകളായി തരംതിരിച്ച്, അതല്ലേ മൻസബ്ദാരി പരിഷ്കാരം. പിന്നെ ദഹ്സലാ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? രാജാ തോഡർമർ
അത് ആവിഷ്കരിച്ച ഒരു റവന്യൂ സമ്പ്രദായമാണ്. 10 വർഷത്തെ ശരാശരി വിളവെടുപ്പും വിലയും അടിസ്ഥാനമാക്കിയിട്ട് അവിടെ നികുതി നിശ്ചയിച്ചിരുന്നത്. അതാണ് ദഹ്സല എന്ന് പറയുന്നത്. രാജ തോഡർമാരായിരുന്നു കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. മൻസബ്ദാരി സിസ്റ്റം ഓർത്ത് വയ്ക്കണം. പിന്നെ ദിൻ ഇലാഹി എന്ന് പറയുന്ന എല്ലാ മതങ്ങളിലെയും നല്ല ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അക്ബർ രൂപീകരിച്ച ഒരു വിശ്വാസ സംഹിതയായിരുന്നു ഇത്, ദിൻ ഇലാഹി. പിന്നെ ഇബാദത്ത് ഖാന എന്താണ്? മതപരമായ ചർച്ചകൾക്കായി ഫത്തേപൂർ സിക്രി സ്ഥാപിച്ച പ്രാർത്ഥനാലയമാണ് ഇബാദത്ത് ഖാന. പിന്നെ തീർത്ഥാടന നികുതി, അതായത് പിൽഗ്രിം ടാക്സ്, പിന്നെ മുസ്ലിം ഇതര മതസ്ഥരിൽ നിന്നും ഈടാക്കിയിരുന്ന ജിസിയ, ആ നികുതിയൊക്കെ ആരാണ് നിർത്തലാക്കിയത്? അക്ബറാണ് നിർത്തലാക്കിയത്. അതും ഓർത്തിരിക്കണം കേട്ടോ, അക്ബറാണ് നിർത്തലാക്കിയത്. അക്ബറിൻ്റെ റവന്യൂ സമ്പ്രദായം കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ദഹ്സല, മൻസബ്ദാരി. പിന്നെ നമ്മുടെ ബാക്കി ഷേർഷായുടെ ഏതായിരുന്നു? മെഷർമെൻറ്റ്, ഭൂമി അളന്ന് നികുതി നിശ്ചയിച്ചിരുന്നതായിരുന്നു. പിന്നെ നമ്മുടെ ജസിയ പുനഃസ്ഥാപിച്ചത് ആരാണ്? ഔറംഗസീബായിരുന്നു കേട്ടോ പുനഃസ്ഥാപിച്ചത്. നിർത്തലാക്കിയത് അക്ബറായിരുന്നു, പുനഃസ്ഥാപിച്ചത് ഔറംഗസേബായിരുന്നു. അതും ഓർത്തിരിക്കണം. പിന്നെ നമുക്കെന്ത് പറയാം, സംഗീതമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അക്ബറിൻ്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു താൻസൻ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിലൊന്നായിരുന്നല്ലേ താൻസൻ. പിന്നെ ബാബറും ഹുമയൂണും സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നവരാണ്. ജഹാംഗീറും ഷാജഹാനും സംഗീതത്തെയും ചിത്രകലയൊക്കെ വളരെയധികം സ്നേഹിച്ചിരുന്നവരാണ്. പിന്നെ ഔറംഗസേബ് പറയുമ്പോൾ കൊട്ടാരത്തിൽ നിരോധിക്കുകയുണ്ടായി, പക്ഷേ കൂടുതൽ സംഗീത ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടത് ആരാണ്? ഔറംഗസീബാണ് കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഔറംഗസീബിൻ്റെ മതനയങ്ങളിൽ വരുന്നതാണ് നമ്മുടെ അക്ബർ നിർത്തലാക്കിയ ജിസിയ. പിന്നെ ഏതാണ്? മുഖ്താസിബ്, അതായത് ജനങ്ങളുടെ ധാർമ്മികതയും മതപരമായ പെരുമാറ്റവും പരിശോധിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ അദ്ദേഹം നിയമിക്കുകയുണ്ടായി. അതാണ് മുഖ്താസിബ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചില ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം തകർക്കുകയുണ്ടായി. പക്ഷെ ചില ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി ദാനമായി നൽകിയതായിട്ടും രേഖകളിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആരാണ്? അതൊക്കെ ഔറംഗസീബിൻ്റെ സമയത്താണ്. ഔറംഗസീബാണ് കേട്ടോ, അത് ഓർത്തിരുന്നോളാം. അക്ബറിൻ്റെ ടൈറ്റിൽ എന്താണ്? ഐഡൻറ്റിറ്റി, അക്ബർ ദ ഗ്രേറ്റ് അല്ലെ, ദേശീയ ഭരണാധികാരി എന്നൊക്കെ. ജഹാംഗീർ ആണെങ്കിൽ ചെയിൻ ഓഫ് ജസ്റ്റിസ്, നീതിയുടെ ചെങ്ങല. ഔറംഗസീബ് ആണെങ്കിൽ ആലംഗീർ അല്ലെങ്കിൽ ലോകം കീഴടക്കിയവൻ എന്നൊക്കെ പറയുന്നു. ഷാജഹാൻ ആണെങ്കിൽ പ്രിൻസസ് ഓഫ് ബിൽഡേഴ്സ്, കൊട്ടാര നിർമ്മിതികളുടെ രാജാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇനി ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട എന്നിതൊക്കെ നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ് കേട്ടോ, അക്ബറാണ്. പുരാനക്കില നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ് കേട്ടോ, ഷേർഷാ സൂരിയാണ്. ഇതൊക്കെ നമ്മുടെ ഓരോ ഓപ്ഷൻസിലും വന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ് കേട്ടോ, ഫത്തേപൂർ സിക്രി അക്ബറാണ്. ഓക്കെ, മൻസബ്ദാരി ഓർത്തിരിക്കുക, അതും അക്ബറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇതിൽ നാഷണൽ എമർജൻസി, പിന്നെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ഓരോ ഇൻസിഡൻസ് തന്നിട്ട് അത് ക്രോണോളജിക്കലി ഓർഡറായിട്ട് എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാലത്തെ, അതായത് ഈ 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു 5 ടോപ്പിക്ക്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത് മാത്രം പോരാ, ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ഈ 13 ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷും മലയാളവും പഠിച്ച പോലെ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോവുക. അതിൻ്റെ കൂടെ ഇംഗ്ലീഷും മലയാളം മാത്സും കൂടി നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു സെക്ഷൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ബംഗാൾ വിഭജനം, പിന്നെ ലക്നൗ കരാർ, റൗലറ്റ് ആക്ട്, പൂന കരാർ, അതൊക്കെ എപ്പോഴും ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് എന്താണ് ക്രമത്തിൽ എഴുതാനൊക്കെ പറഞ്ഞ് എപ്പോഴും പറയാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് 1905 ആരാണ് പ്രഖ്യാപിച്ചത്? കഴ്സൺ പ്രഭുവാണല്ലേ. ഭരണപരമായ സൗകര്യം എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? അത് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുക എന്നതായിരുന്നു. അതിൻ്റെ പ്രതിഷേധമായിരുന്നു സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അങ്ങനെ 1905 ഒക്ടോബർ 16 ദുഃഖാചരണ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി. 1915 ഹാർഡിഞ്ച് പ്രഭു എന്ത് ചെയ്തു? ബംഗാൾ വിഭജനം റദ്ദാക്കുകയും ചെയ്തു. ഈ ലക്നൗ കരാർ വരുന്നത് എന്നാണ്? 1916 കേട്ടോ.
അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുണ്ടായ കരാറാണ് ലക്നൗ കരാർ എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലകന്, പിന്നെ ആരാണ്, മുഹമ്മദ് അലി ജിന്ന എന്നിവരായിരുന്നു പ്രധാനമായിട്ടും അതിലെ നേതാക്കൾ. മിതവാദികളും തീവ്രവാദികളും കോൺഗ്രസിൽ ലയിച്ചതും ഇതേ സമ്മേളനത്തിലാണ്. ഏതിൽ? ലക്നൗ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് AC മജൂംദാർ ആയിരുന്നു. പിന്നെ റൗലറ്റ് ആക്ട് 1919 വിചാരണ കൂടാതെ ആരെയും തടങ്കലിൽ വയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകുന്ന നിയമമായിരുന്നു റൗലറ്റ് ആക്ട്, അല്ലെങ്കിൽ കറുത്ത നിയമം എന്നൊക്കെ ഇതിനെ ആരെ വിളിച്ചു? ഗാന്ധിജി വിശേഷിപ്പിക്കുകയുണ്ടായില്ലേ. അതിൻ്റെ അനന്തരഫലമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാവുകയും ചെയ്തത്. പിന്നെ പൂന കരാർ 1932 BR അംബേദ്കറും മഹാത്മാഗാന്ധിയും തമ്മിലായിരുന്നു. യർവാദ ജയിലിൽ വെച്ചായിരുന്നു കരാറ്. ദളിതർക്ക്, അതായത് ഡിപ്രസ്ഡ് ക്ലാസ്സസിന് പ്രത്യേക നിയമസഭാ മണ്ഡലങ്ങൾ നൽകാനുള്ള ബ്രിട്ടീഷ് തീരുമാനത്തിന് പകരം സംവരണ സീറ്റുകൾ നൽകാനാണ് അവിടെ ധാരണയായത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ബംഗാൾ വിഭജനം കഴ്സനാണ്, പിന്നെ അത് നിർത്തലാക്കിയത് അല്ലെങ്കിൽ റദ്ദാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവാണ് എന്നുള്ള കാര്യങ്ങളും ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഇത് കൂടാതെ പ്രഭുക്കൾ എന്താണ്, ഡൽഹൌസി, കഴ്സൺ പ്രഭു, അങ്ങനെയുള്ളതും കൂടി ഇതിനിടെ നോക്കിപ്പോവാം കേട്ടോ. ഇനി നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ 1975. അതിൽ ഇന്ത്യയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ് 1975. അതിനു മുമ്പ് 62 ചൈനീസ് യുദ്ധം നടന്നപ്പോഴും 71 പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ പുറമേ എന്താണ് ഇതുണ്ടായിരുന്നു. 1975 ഏതാണ്? ആഭ്യന്തര കലുഷിതാവസ്ഥ, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന കാരണത്താലായിരുന്നു കേട്ടോ ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടായത്. 75 ജൂൺ 25 മുതൽ 77 മാർച്ച് 21 വരെ, അത് 21 മാസമായിരുന്നു ഇന്ത്യൻ കാലയളവ്. ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു കേട്ടോ അടിയന്തരാവസ്ഥയിൽ ഒപ്പിട്ട രാഷ്ട്രപതി. പിന്നെ അടിയന്തരാവസ്ഥയുടെ പ്രധാന നടപടികൾ എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ, അല്ലേ? പിന്നെ 42ാം ഭരണഘടനാ ഭേദഗതി, അതായത് ലഘു ഭരണഘടന, നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. പിന്നെന്താണ്? പത്രമാധ്യമങ്ങൾക്കുള്ള സെൻസർഷിപ്പ്, അതൊക്കെ അതിലുണ്ടായിരുന്നതാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഷാ കമ്മീഷനാണ് കേട്ടോ. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച സാമ്പത്തിക പരിപാടിയായിരുന്നു ഏത്? 20 ദിന പരിപാടി എന്ന് പറയുന്നത്. 20 ദിന പരിപാടി. പിന്നെ നമ്മുടെ അടിയന്തരാവസ്ഥയുടെ അനന്തരഫലങ്ങളായിട്ട് വന്നതാണ് ജനതാ പാർട്ടി 44ാം ഭരണഘടനാ ഭേദഗതി, 1978 44ാം ഭരണഘടനാ ഭേദഗതി എന്നിവയ്ക്ക്. ഇത് കൂടാതെ പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ, പരിഷ്കാരങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളല്ലേ. റെഗുലേറ്റിംഗ് ആക്ട് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിംഗ് ആണല്ലേ. 1773 റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. പിന്നെ സബ്സിഡറി അലയൻസ് വെല്ലസ്ലി പ്രഭുവാണ്, അത് 1798. പിന്നെ നമ്മുടെ ഓഗസ്റ്റ് ഓഫർ ലിൻലിത്കോ പ്രഭു 1940. റെഗുലേറ്റിംഗ് ആക്ട് എന്തായിരുന്നു? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. 1773. അതനുസരിച്ച് ബംഗാൾ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി ഉയർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ദെൻ സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ, അതെന്തായിരുന്നു? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വെല്ലസ്ലി പ്രഭു ആവിഷ്കരിച്ച നയമാണല്ലേ. ഇതിൽ ആദ്യമായിട്ട് ഒപ്പിട്ട നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ് 1798 കേട്ടോ. പിന്നെ മായോ പ്രഭു ഇന്ത്യയിൽ ആദ്യമായി കനേഷുവാലി അല്ലെങ്കിൽ സെൻസസ് ആരംഭിച്ചത് അദ്ദേഹമാണ് 1872. ഓഗസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ലിൻലിത്കോ പ്രഭു മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലിട്ടൺ പ്രഭു
റിപ്പൺ പ്രഭു കഴിഞ്ഞു തൊട്ട് പിന്നാലെ വന്നതാണ് ലിട്ടൺ പ്രഭു. അപ്പോൾ ലിട്ടൺ പ്രഭുവിൻ്റെ പ്രധാനപ്പെട്ടത് വെർണാക്കുലർ പ്രസ് ആക്ട് 1878 പ്രാദേശിക ഭാഷാ പത്രങ്ങളുടെ സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള വെർണാക്കുലർ പ്രസ് ആക്ട് അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ആംസ് ആക്ട്, ഇന്ത്യക്കാർ ആയുധം കൈവശം വയ്ക്കുന്ന നിരോധിച്ചിട്ടുള്ള ആംസ് ആക്ട്. പിന്നെ സിവിൽ സർവീസ്, അതായത് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചതൊക്കെ ആരാണ്? ലിട്ടൺ പ്രഭുവാണ് കേട്ടോ, ലിട്ടൺ പ്രഭു. ദെൻ മിൻറ്റോ പ്രഭുവിൻ്റെ കാര്യങ്ങളിൽ മിൻറ്റോ മുരളി പരിഷ്കാരങ്ങൾ എന്നാണ് വർഷം 1909 മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലമൊക്കെ അനുവദിക്കുകയുണ്ടായി. പിന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട്, അതായത് ഇന്ത്യയിലെ വർഗീയ വോട്ടവകാശത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മിൻറ്റോ മുരളിയാണ് കേട്ടോ, മിൻറ്റോ പ്രഭുവാണ്. ദെൻ കഴ്സൺ പ്രഭു നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, ബംഗാൾ വിഭജനം എന്നുള്ളത് ഓർത്തു വയ്ക്കുക, ബംഗാൾ വിഭജനം. ഇനി റിപ്പൺ ആണെങ്കിലോ, റിപ്പൺ പ്രഭു ഇന്ത്യയുടെ വിമോചകൻ എന്നൊക്കെ അറിയപ്പെടുന്നല്ലേ. പ്രാദേശിക സ്വയംഭരണം, ഒന്നാം ഫാക്ടറി ആക്ട്, ബാലവേല നിയന്ത്രിക്കാൻ ശ്രമിക്കുകയുണ്ടായി. പിന്നെ ഹണ്ടർ കമ്മീഷൻ, പ്രാഥമിക വിദ്യാഭ്യാസ പരിഷ്കാരത്തിനായിട്ട് ഹണ്ടർ കമ്മീഷൻ രൂപീകരിച്ചു. പിന്നെ പത്രസ്വാതന്ത്ര്യം, അതൊക്കെ ഇതിൽ വരുന്നതാണ്, റിപ്പൺ പ്രഭുവിൽ വരുന്നതാണ്, റിപ്പൺ പ്രഭു. 1883 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത് കേട്ടോ. യൂറോപ്യൻ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്കും അധികാരം നൽകുന്നതായിരുന്നു ആ ബില്ല്. ഏതാണത്? ഇൽബർട്ട് ബില്ല്. അപ്പോൾ അത് ആരുടേതാണ്? റിപ്പൺ പ്രഭുവാണ് കേട്ടോ. ലിട്ടണും റിപ്പണും മാറിപ്പോകരുത്. അപ്പം ഇതിനെതിരെ, ആ ഒരു ബില്ലിനെതിരെ എന്തുണ്ടായി? ബ്രിട്ടീഷുകാർ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതാരാണ്? റിപ്പണാണ്, റിപ്പൺ മാറിപ്പോകരുത്. പിന്നെ നമ്മുടെ കാനിങ് പ്രഭു, ലോർഡ് കാനിങ് അല്ലേ, ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സമയത്ത്, പിന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തെടുക്കൽ നിരോധന നിയമം നിർത്തലാക്കിയത്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, അതൊക്കെ ആരാണ്? കാനിങ് പ്രഭുവാണ്. പിന്നെ ലോർഡ് ഡൽഹൌസിയാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ദത്തെടുക്കൽ നിരോധന നിയമം, അതുവഴി ഝാൻസി, സത്താര, നാഗ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. പിന്നെ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബോംബെ താനെ അല്ലേ, ആദ്യ റെയിൽവേയായ ബോംബെ താനെയൊക്കെ ആരംഭിച്ചത് ഡൽഹൌസിയാണ്. പിന്നെ നമുക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? 1857 വിപ്ലവം അല്ലേ, വിപ്ലവം അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും നേതാക്കളും സ്ഥലവും, പിന്നെ അതൊക്കെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ, അതൊക്കെ നോക്കണം. ഇപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, പിന്നെ ഭക്ത് ഖാനൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരായിരുന്നു? ജോൺ നിക്കോൾസൺ ആയിരുന്നു. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും അടിച്ചമർത്തിയത് കോളിൻ ക്യാമ്പൽ ആയിരുന്നു. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഹെൻറി ലോറൻസ് ആയിരുന്നു. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഹക്രോസ് ആയിരുന്നു. ബീഹാറിൽ കൻവർ സിംഗ് ആയിരുന്നു അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. 1857 വിപ്ലവം ഔദ്യോഗികമായി ആരംഭിച്ചത് 1857 മെയ് 10 മീററ്റിൽ വെച്ചാണ്, ഉത്തർപ്രദേശ് മീററ്റിൽ വെച്ചാണ്. ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു അല്ലേ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? വി ഡി സവർക്കർ ആയിരുന്നു. അതൊക്കെ ഓർത്തിരിക്കണം. പിന്നെ നമുക്കല്ലാതെ ഇതിൽ പഠിക്കാനുള്ള ഗാന്ധിജിയെ പറ്റിയിട്ടല്ലേ, ഗാന്ധിജിയെ പറ്റിയിട്ട് ബുക്കുകൾ, പിന്നെ ഓരോ വർഷങ്ങൾ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. എന്താണ് പിന്നെ അക്കമ്മ ചെറിയാൻ്റെ മാർച്ച്, രാജധാനി മാർച്ച് തിരുവിതാംകൂറിൽ. പിന്നെ കുട്ടിമാളു അമ്മ വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തി. കാർത്യായനി അമ്മ ഖാദി പ്രചരണം നടത്തുകയുണ്ടായി അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മുടെ ഗാന്ധിജി 1909 രചിച്ച പുസ്തകം ഏതായിരുന്നു? ഹിന്ദ് സ്വരാജ് അല്ലേ. ഇംഗ്ലണ്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിലായിരുന്നു ഹിന്ദ് സ്വരാജ് രചിച്ചത്. ഗുജറാത്തി ഭാഷയിലാണ് ആദ്യം എഴുതപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് സത്യശോധന, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, അദ്ദേഹത്തിൻ്റെ ഏതാണ്? ആത്മകഥയാണ് കേട്ടോ. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, അത് ഓർത്ത് വെച്ചിനെ. പിന്നെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുസ്തകം. പിന്നെ ഹിന്ദ് സ്വരാജ് 1909 പത്രം ഇന്ത്യൻ ഒപ്പീനിയനാണ്. പിന്നെ യങ് ഇന്ത്യ, ഹരിജൻ, അത് ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദവി നൽകിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ഇതിനു മുമ്പ് വന്നേക്കുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് രീതിക്കുള്ള ക്വസ്റ്റ്യനിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസാണ് കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്.
പിന്നെ ചമ്പാരൻ സത്യാഗ്രഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹം 1917 കേട്ടോ, ചമ്പാരൻ സത്യാഗ്രഹം, അതും ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൽ പഠിച്ചു 25-ലാണ് വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. അപ്പോൾ ഏകദേശം ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഇതെങ്കിലും കണ്ടു പഠിച്ചിട്ട് പോവുക. ഈ ഒരു ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.